ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. നമുക്കറിയാം, ആദ്യത്തെ പടി മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. അതുപോലെ തന്നെ രണ്ടാമത്തെ പടി ഞങ്ങളെ സുബോധവാന്മാരാക്കുവാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി. 3, ഞങ്ങളുടെ ഇച്ഛകളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ചു. ഇംഗ്ലീഷിൽ മൂന്നാമത്തെ പടി വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മെയ്ഡ് എ ഡിസിഷൻ ടു ടേൺ അവർ വിൽ ആൻഡ് അവർ ലൈവ്സ് ഓവർ ടു ദ കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം. അപ്പോൾ ആദ്യത്തെ പടിയിലെ അഡ്മിഷൻ അല്ലെങ്കിൽ സമ്മതിക്കൽ കഴിഞ്ഞ് രണ്ടാമത്തെ പടിയിലേക്കുള്ള വിശ്വാസം വന്നതിന് ശേഷം മൂന്നാമത്തെ പടിയിൽ നമ്മളൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഇതിലേക്ക് നമ്മുടെ ജീവിതത്തെ ടേൺ ചെയ്യുകയാണ്. ഒരു ഹയർ പവറിലേക്ക് നമ്മുടെ ജീവിതത്തെ ടേൺ ചെയ്യുകയാണ്. ടേൺ, തിരിച്ചുവിടുക. ടേൺ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥമാണ് തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് നമ്മളൊരു തിരിയൽ നടത്തുക. അല്ലെങ്കിൽ മൂന്നാം പടിയിൽ നമ്മൾ ടേൺ ചെയ്യുകയാണ്, ഒരു തിരിയൽ നടത്തുകയാണ്. എവിടേക്കാണ്? അവർ വിൽ ആൻഡ് അവർ ലൈവ്സ്, നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ സ്വേച്ഛയാൽ നിറഞ്ഞ നമ്മുടെ ആഗ്രഹത്തെയും ജീവിതത്തെയും ഓവർ ടു ദ കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ സംരക്ഷണത്തിൽ തിരിച്ചുവിടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ എയിലെത്തുന്ന ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗത്തോട് എ പറയുന്നത്, നിങ്ങളൊരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന ഞാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും ജീവിതവും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ തിരിച്ചുവിടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഉയർന്ന ശക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഗോഡ് ആസ് ഐ അണ്ടർസ്റ്റുഡ് ഹിം എന്നോ വി അണ്ടർസ്റ്റുഡ് ഹിം എന്നോ പറയുന്നത്. അപ്പോൾ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന സ്ഥാനത്ത് ഷിബു അണ്ടർസ്റ്റുഡ് ഹിം. ഷിബു എന്താണോ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അതാണ് അവിടെ ഉയർന്ന ശക്തിയായിട്ട് കടന്നു വരുന്നത്. സ്റ്റെപ്പ് 3 അല്ലെങ്കിൽ പടി 3 വരുന്നത് 2 വഴികളിലൂടെയാണ്. ഒന്ന് അഡ്മിഷനാണ്, 2 അണ്ടർസ്റ്റാൻഡിങ്ങും. അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനോടും ചില സ്പെഷ്യൽ ഫാക്ട്സിൽ വിശ്വസിക്കുവാനാണ് പറയുന്നത്. എന്താണ് ഈ സ്പെഷ്യൽ ഫാക്ട്സ്? ആ ഫാക്ട്സുകളെ നമ്മൾ ഒന്നാം പടിയിലൂടെയും രണ്ടാം പടിയിലൂടെയും എല്ലാം കണ്ടു കഴിഞ്ഞു. ഓരോ അഡിക്റ്റും താൻ ഉപയോഗിക്കുന്ന മദ്യാസക്തി അല്ലെങ്കിൽ മദ്യത്തിനടിമയായ ഒരാൾ താൻ ഉപയോഗിക്കുന്ന മദ്യം ഞാൻ കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിച്ചാലും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ്. അതായത് എനിക്ക് മദ്യത്തിന് മേലെ ഒരു നിയന്ത്രണമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ എനിക്ക് വീണ്ടും മദ്യത്തിന് മേൽ നിയന്ത്രണം വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ള ധാരണയിലാണ് വീണ്ടും വീണ്ടും കുടിയിലേക്ക് ഓരോ മദ്യാസക്തനും വീണു പോകുന്നത്. അപ്പോൾ എനിക്ക് കഴിയൂല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയന്ത്രണം എനിക്കില്ല എന്നുള്ള ഒരു അഡ്മിഷൻ, അല്ലെങ്കിൽ യു ആർ നോട്ട് ഇൻ കൺട്രോൾ, നിങ്ങൾ നിയന്ത്രണ വിധേയത്തിലല്ല എന്നുള്ള ഒരു ആശയം ഞാൻ അഡ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ സഹായത്താലാണ്. പ്രത്യേകിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ മറ്റ് അംഗങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഈ അഡ്മിഷനിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇതിലേക്ക് തിരിച്ചുവിടണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് ജീവിതത്തെയും നമ്മുടെ ഇച്ഛകളെയെല്ലാം തിരിച്ചുവിടണമെങ്കിൽ ഈ ആദ്യത്തെ അഡ്മിഷൻ ആവശ്യമുണ്ട്. എനിക്ക് മദ്യത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല. രണ്ടാമത്തെ പടിയിൽ എത്തുന്ന ഒരാൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് എത്തുന്നത്. എന്നിൽ ഒരു ഉന്നത ശക്തി എൻ്റെ ഉള്ളിലുണ്ട്.
അതിനെ ഞാനൊന്ന് തുടച്ച് മിനുക്കിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് ഉള്ള ശക്തി കിട്ടാനായിട്ടാണ് രണ്ടാമത്തെ പടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പടിയിൽ പ്രധാനമായിട്ടും മദ്യത്തിന് മേൽ എനിക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അതുമാത്രമല്ല, എനിക്ക് ഒറ്റയ്ക്ക് അത് നിയന്ത്രിക്കാനായിട്ട് കഴിയുകയുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരംഗത്തോട് പറയുന്നു, നിനക്ക് പവർ ഗ്രേറ്റർ ദാൻ യുവർ സെൽവ്സ്, നിന്നിലേക്കാളും വലിയൊരു ശക്തിയിൽ അല്ലെങ്കിൽ ഷിബുവിനേക്കാളും വലിയ ഒരു ശക്തിയിൽ ആശ്രയിച്ചാൽ അതിനു മേലെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കും. അത് നിന്നെ റീസ്റ്റോർ ടു സാനിറ്റി, നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലൂടെ എൻ്റെ മാനസിക ആരോഗ്യം പുനർനിർമ്മിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മനസ്സിലാക്കലുകളാണ് രണ്ടാമത്തെ ഭാഗത്തായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യത്തേത് അഡ്മിഷനും, രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിങ്ങും, മനസ്സിലാക്കലുകളും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വിളിക്കുന്നത്, 12 സ്റ്റെപ്പ് പ്രോഗ്രാമിനെ വിളിക്കുന്നത് ഫെയ്ത്ത് മീറ്റ് സയൻസ് എന്നാണ്. അതായത് ഒരു വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ശാസ്ത്രം. അതാണ് 12 സ്റ്റെപ്പ് പ്രോഗ്രാം. ആൽക്കഹോളിസം അനോണിമസിൽ ഈ പറയുന്ന സുബോധാവസ്ഥയിൽ നിലനിൽക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിസം അനോണിമസ് ഓരോ ഇൻഡിവിജ്വലിനെയും മെമ്പേഴ്സിനെയും സഹായിക്കുന്നത് ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാമിൻ്റെ എഫക്റ്റീവ്നെസ് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹൈ റേറ്റിൽ ആൽക്കഹോളിസം അനോണിമസിൽ വരുന്ന അംഗങ്ങൾക്ക് സോബറായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നത്. 12 പടി പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് പരാജയപ്പെടേണ്ടി വരില്ല എന്ന് നമ്മളുടെ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. റെയർലി വി ഹാവ് സീൻ എ പേഴ്സൺ ഫെയിൽ ഹൂ ഹാസ് തറോലി ഫോളോവേഡ് അവർ പാത്ത്. നമ്മുടെ പാത തികച്ചും പിന്തുടരുന്ന ഒരുവൻ പരാജയപ്പെടുക വിരളമാണ്. ഈ സന്ദേശമാണ് 3-ാം പടിയിലൂടെ നമ്മൾക്ക് തന്നെ കൊടുക്കേണ്ടത്. അതായത് ആൽക്കഹോളിസം അനോണിമസിൻ്റെ പടികൾ, അല്ലെങ്കിൽ ഈ സ്ലിപ്പിൽ നിന്നും റിലാപ്സിൽ നിന്നും മോചനം നേടുന്നതിലേക്കായിട്ടാണ്. അതുകൊണ്ട് 3-ാം പടിയിൽ നമ്മൾ നമ്മുടെ ഇച്ഛകളും ജീവിതവും ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാമിൻ്റെ ബേസിൽ ദൈവമെന്നോ അല്ലെങ്കിൽ എന്നേക്കാൾ വലിയ ശക്തി എന്ന് പറയുന്ന ഒരാശയത്തിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ടേൺ ചെയ്യാൻ തയ്യാറാകണം. എന്തുകൊണ്ടാണ് സ്റ്റെപ്പ് 3 അത്യാവശ്യമാകുന്നത്? കാരണം 12 സ്റ്റെപ്പ് പ്രോഗ്രാമിൽ വരുന്ന ഒരു അംഗം, അദ്ദേഹത്തിൻ്റെ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ നാഴികക്കല്ലാണ് സ്റ്റെപ്പ് 3. കാരണം സ്റ്റെപ്പ് 3-ലെത്തുന്ന ഒരു അംഗം തൻ്റെ അഡിക്ഷനിലുപരിയായി, അല്ലെങ്കിൽ മദ്യാസക്തിക്ക് ഉപരിയായി, അല്ലെങ്കിൽ മദ്യാസക്തിക്ക് പകരക്കാരനായി, അല്ലെങ്കിൽ അത് എടുത്തു മാറ്റുന്ന ഒരാളായി ഒരു ഉന്നത ശക്തിയെ സ്വീകരിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ ഈ ആധുനിക കാലത്ത് ഈ പറയുന്ന ഹയർ പവർ, അല്ലെങ്കിൽ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് പറയുന്ന ഒരാശയം, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം എന്ന ആശയം ഒരുപാട് സ്ട്രഗിൾ നേരിടേക്കാം. പ്രത്യേകിച്ച് ഒരു അംഗം ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രഗിളിങ് നടത്തിയേക്കാം. കാരണം എപ്പോഴും മദ്യാസക്തനായ ഒരാൾ, അല്ലെങ്കിൽ ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് കുഴപ്പങ്ങളെല്ലാം ഞാൻ കാരണമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് എൻ്റെ കഴിവാണ് എന്നുള്ളതാണ്. അപ്പോൾ മദ്യപിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവം എന്നതിന് പകരം ഭാഗ്യം എന്നാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമ്പോൾ പെട്ടെന്ന് ഞാൻ പറയുന്നത് ദൈവം എന്നെ രക്ഷിച്ചു എന്നല്ല, ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. അടുത്തത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കുറച്ച് നല്ല സാമ്പത്തികമായിട്ട് ഉന്നമനം കിട്ടുന്ന എന്ത് പരിപാടിയാണ്, ഭാഗ്യം, എനിക്ക് നല്ല കച്ചവടം കിട്ടി, അല്ലെങ്കിൽ നല്ല വരുമാനം കിട്ടി. അങ്ങനെ ഈ ഒരു ആസക്തിയുടെ അടിമത്തം മൂലം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അഡിക്ഷൻ മൂലം എനിക്ക് ദൈവിക ചിന്തയേക്കാൾ ഉപരിയായി അത് ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സെൽഫിഷ്നെസ്സിൻ്റെ ചിന്തകളുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം നേടിയെടുത്തതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ യിൽ കടന്നു വരുന്ന ഒരു അംഗത്തിന് ഈ ആസക്തിയുടെ അടിമത്തം വല്ലാത്ത കുറേ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട്. മദ്യം എന്ന് പറയുന്ന അതിശക്തനും
ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനും സൂത്രശാലിയുമായ മദ്യം ജീവിതത്തിൽ വരുത്തിവെച്ച കുറേ അനുഭവങ്ങൾ പകർന്നു തരുന്നുണ്ട് ഓരോ ആൽക്കഹോളിക്കിൻ്റെ ജീവിതത്തിൽ. അവിടെ നിന്നുമാണ് അദ്ദേഹം ഈ പറയുന്ന മൂന്നാം പടിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ചികിത്സയിൽ കടന്നു വരുന്ന ഒരു എ അംഗം അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. അവരുടെ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം അവരല്ല അത് നിയന്ത്രിച്ചിരുന്നത് അവരുടെ സെൽഫിഷ്നെസ് ആണ്, അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേഡ്നെസ് ആയിട്ടുള്ള ഇച്ഛകളും അവരുടെ സ്വാർത്ഥപരമായ ഇച്ഛകളും ആഗ്രഹങ്ങളും കൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലാവും. മദ്യമെന്ന ആ ഒരു രാജാവായിരുന്നു അവരെ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിൽ പവർ, ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്താഗതികളോ തങ്ങളെന്ന കപ്പലിനെ നിയന്ത്രിക്കാനായിട്ട് ഉതകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ആവശ്യം, ഒരു ഉന്നത ശക്തിയുടെ ആവശ്യം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ മദ്യമെന്ന രാജാവാണ് എന്നെ നിയന്ത്രിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ സ്റ്റെപ്പ് 3യിലേക്ക് കടന്നു വന്നുകൊണ്ട് എൻ്റെ സ്ട്രഗിളുകൾ, ദുരിതം പിന്തുടരുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഉന്നത ശക്തിയോട് കടന്നു വരാൻ ആവശ്യപ്പെടുകയും മൂന്നാം പടിയിൽ തൻ്റെ ജീവിതം ടേൺ ചെയ്യാനായിട്ട് അദ്ദേഹത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ തരത്തിൽ ഉന്നത ശക്തിയിൽ സറണ്ടർ ചെയ്യുന്നത് മൂലം അടുത്ത പടികളിലേക്ക് കടക്കുന്നതിനുതകുന്ന ഒരു ഗൈഡിനെ അല്ലെങ്കിൽ ഒരു ദൈവിക ഉന്നത ശക്തിയെ അല്ലെങ്കിൽ ദൈവിക ശക്തിയെ അദ്ദേഹം കണ്ടെത്തുകയും ആ ശക്തിയിലേക്ക് കൂടുതൽ തെളിച്ചം, ആ ശക്തിക്ക് കൂടുതൽ തെളിച്ചമുണ്ടാകാനും അദ്ദേഹവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൂടുതൽ ബന്ധങ്ങൾ കൂടുതൽ നന്നാകുവാനും തുടങ്ങി. അപ്പോൾ തീർച്ചയായും ലോങ് ടൈം സോബറേറ്റിക്ക് അല്ലെങ്കിൽ ദീർഘകാലത്തെ സുബോധാവസ്ഥയ്ക്ക് നമ്മുടെ 12 സ്റ്റെപ്പ് പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള ഒരു കാര്യമായി പറയുന്നത് ഈ മൂന്നാം പടിയിലേക്കുള്ള ഈ തിരിച്ച് വിടലാണ് അല്ലെങ്കിൽ ടേണാണ്. അപ്പോൾ ഉന്നത ശക്തിയിലേക്കുള്ള തിരിച്ചുവിടൽ അത് നമ്മളെ ലോങ് ടൈം സോബറേറ്റിയിലേക്കും കൂടി നയിക്കുന്നു എന്ന് വേണം കാണാൻ. ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാമാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണം, ഇവിടെയെല്ലാം ഈ പള്ളികളുടെ ബേസ്മെൻറ്റിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. നമുക്കറിയാം, ആകെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളിൽ 75% US കാനഡയിലാണ്. അപ്പോൾ US കാനഡയിലുള്ള മിക്ക മീറ്റിങ്ങുകളും നടക്കുന്നത് പള്ളികളിലെ ബേസ്മെൻറ്റിലാണ്, അല്ലെങ്കിൽ വാടകയ്ക്കടുത്ത ഏതെങ്കിലുമൊക്കെ റൂമുകളിൽ നടക്കുന്നുണ്ടാവും. പക്ഷേ അധികവും നടക്കുന്നത് പള്ളികളുടെ ബേസ്മെൻറ്റിലാണ്. അതുകൊണ്ടായിരിക്കാം ഇതൊരു ക്രിസ്ത്യൻ പ്രോഗ്രാമായിട്ട് പലരും തെറ്റിദ്ധരിച്ചു പോകുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസോ 12 സ്റ്റെപ്സ് പ്രോഗ്രാമോ ഒരു മതവുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ അത് മതപരമല്ല. മതപരമായ ഒരു വിശ്വാസങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. ആളുകൾ, അതിലെ അംഗങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും മതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടാകാം, ആ മതവിശ്വാസവുമായി അദ്ദേഹം കൂട്ടിച്ചേർന്ന് പോകുന്നുണ്ടാകാം. പക്ഷേ അത് ഒരു നെസസറി ആയിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ സ്റ്റെപ്പ് 3യിലെ ഗോഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് 3യിൽ പറയുന്ന ഈ ദൈവം നമ്മുടെ സ്വകാര്യതയാണ്, അത് നമ്മുടെ സ്വീകാര്യത കൂടിയാണ്. സ്വകാര്യതയാണ്, സ്വീകാര്യതയാണ്. അയാൾക്ക് മറ്റൊരാളോട് ആ ദൈവത്തെക്കുറിച്ച് വിശദീകരിക്കുകയോ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് അദ്ദേഹത്തിന് പൂർണ്ണമായും സ്വീകരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗവും നമ്മൾ ഗോഡ് എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ഉന്നത ശക്തി എന്നുള്ള കൺസെപ്റ്റിലാണ് ഇതിനെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തയ്യാറാകുന്നത്. നമ്മൾ ഒരുപക്ഷെ ക്രിസ്ത്യാനി ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ബുദ്ധമതക്കാരനായിരിക്കാം, ജൈനമതക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഏത് ജൂവിഷ് ആയിരിക്കാം, യഹൂദനായിരിക്കാം. അങ്ങനെ നമുക്ക് മതത്തിൻ്റെ ഒരു ദൈവങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടേക്കാം. ആ മതവിശ്വാസത്തിലെ ദൈവം ഒരു പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിലെ ചിലരുടെയെങ്കിലും ഉന്നത ശക്തിയായി അവർ കണക്കാക്കിയേക്കാം. ഒരു പക്ഷേ ഒരാളൊരു മതവിശ്വാസി അല്ലെങ്കിൽ സ്റ്റെപ്പ് 3 പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു ഉന്നത ശക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കണം. കാരണം
ആ ഉന്നത ശക്തിയെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ഈ ഇച്ഛയും ജീവിതവും നമുക്ക് അദ്ദേഹത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് സഹായിക്കുകയുള്ളൂ. പക്ഷെ അതൊരു ബലഹീനതയല്ല. ആ തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഒരു ബലഹീനതയല്ല. കാരണം ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ അഡിക്ഷനാണ്. ആ അഡിക്ഷനിൽ നിന്ന് ഉള്ള ശക്തിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല എങ്കിൽ ഞാൻ എന്ന് പറയുന്ന സെൽഫിഷ്നെസ് അല്ലെങ്കിൽ ഈഗോ കൂടുതൽ വർക്ക് ചെയ്യുകയും ഞാൻ എന്നുള്ളൊരു ഭാവം എന്നിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ സെക്കൻഡറി ആയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ബുക്കിൽ എപ്പോഴും വി എന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഐ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വി. അവിടെ പറയേണ്ടത് ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഒന്നാമത്തെ പടി പറയുമ്പോൾ വി അഡ്മിറ്റഡ് എന്നാണ്, ഞങ്ങൾ സമ്മതിച്ചു എന്നാണ്, ഞാൻ സമ്മതിച്ചു എന്നല്ല. കാരണം ഈ ഞാൻ എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന വാക്ക് വി അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈഗോയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ശക്തിയിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുകയാണ്. ആ ശക്തി ഒരു നമ്മൾക്ക് ഇൻഫിനിറ്റ് സപ്ലൈ തരേണ്ടതാണ്. അനന്തമായ ഒരു ശക്തി വിതരണം ചെയ്യുന്ന ആളായിരിക്കണം. ആ ശക്തിക്ക് അഡിക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ മദ്യാസക്തിയിൽ നിന്നും മോചിതരാക്കാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാകണം. പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പാലമായിട്ട് പ്രവർത്തിക്കണം. ഇപ്പോൾ രണ്ടാം പടിയിൽ പറയുന്ന ഒരു ഭാഗം, ഞങ്ങളുടെ സുബോധം പുനഃസ്ഥാപിക്കാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി എന്നാണ് മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാം പടിയിൽ പറയുന്നത് ഒരു ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഒരു ഹയർ പവറിൻ്റെ സപ്പോർട്ട് വേണമെന്നാണ്. നമ്മുടേതായ കഴിവിലൂടെ നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയെടുക്കണം. ഉയർന്ന ശക്തിയിലേക്ക് ഞാൻ ടേൺ ചെയ്യണം. അതായത് എനിക്ക് നിങ്ങളെപ്പോലെയുള്ള അംഗങ്ങളുടെ സഹായമില്ലാതെ ഈ പറയുന്ന നോട്ട് ഡ്രിങ്കിങ് എന്നുള്ള ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. ഞാൻ എൻ്റെ ജീവിതം മദ്യപാനം മൂലം അനിയന്ത്രിതമായി പോയി എന്നുള്ള കാര്യം സമ്മതിക്കുകയും ഐ കാൺ ഡ്രിങ്ക് സേഫ്ലി, എനിക്ക് കുടിക്കാൻ സേഫായിട്ട് കുടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ എൻ്റെ ഒന്നാം പടിയിൽ ഞാൻ മനസ്സിലാക്കിയ, അതായത് എൻ്റെ മുൻകാല പ്രശ്നങ്ങൾ പരിശോധിച്ചപ്പോൾ മദ്യമായിരുന്നു പ്രധാന പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഒരു പക്ഷേ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ എയിൽ വരുമ്പോൾ പെട്ടെന്ന് അത് എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടില്ല എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ആൽക്കഹോളിസം ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്. ഒരാൾക്ക് ഒരു വർഷം കൊണ്ടുണ്ടാകുന്നത് പോലെയല്ല 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 10 വർഷം 15 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും തോന്നും എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അൺമാനേജബിൾ ആയിട്ടുള്ള ഒരു രോഗമില്ല എന്ന് തോന്നാം. കാരണം പലപ്പോഴും ഭയാനകമായ ഒരു കാര്യം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക രീതിയിൽ അത്രയും ഭീകരമായ ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തോന്നും ഇല്ല, എനിക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷേ പഴമക്കാരായ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ പറയും നോട്ട് എറ്റ്, ഇതുവരെയും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇനിയും സംഭവിച്ചേക്കാം. പലരും കൂടി തുടർന്നുകൊണ്ട് വളരെ ആഴമേറിയ ഒരു വീഴ്ചയിലേക്ക് വീഴാനായി തയ്യാറായി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ തയ്യാറാവുന്നുണ്ട്. ചിലർ മരിച്ചു പോവുകയോ വീണ്ടും ദുരിതത്തിൽ തുടർന്നുകൊണ്ട് വീണ്ടും കടന്നു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സാമ്പത്തികവും സാമൂഹികവും ശാരീരികവുമായിട്ടുള്ള മാനസികവുമായിട്ടുള്ള ഒരവസ്ഥയെ വല്ലാത്ത കുഴപ്പത്തിലാക്കിയതിന് ശേഷമാണ് അവർ വീണ്ടും എയിലേക്ക് വന്ന് തങ്ങൾക്ക് സുരക്ഷിതമായി കുടിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം വരുന്ന ഒരാൾക്കാണ് ഞാൻ അമിത മദ്യപാന രോഗിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ അമിത മദ്യപാന രോഗിയാണെന്ന് സമ്മതിക്കാൻ ഞാൻ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് പഴയ കുറേ ഇൻസിഡൻറ്റുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ജീവിതത്തിൽ എടുത്തുകൊണ്ട് വന്ന് ചിന്തിക്കുമ്പോൾ ദയനീയമായിട്ടുള്ള, ശോചനീയമായിട്ടുള്ള, അല്ലെങ്കിൽ അർത്ഥമായ ദുരിതപൂർണമായ മോശമായ ഒരവസ്ഥയിൽ ഞാൻ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്ന ഒരു അംഗത്തിന് ഹാപ്പി ജോയ്സ് ആൻഡ് ഫ്രീ എന്ന് പറയുന്ന ഈ റോഡ് ടു റിക്കവറിയിലേക്കുള്ള, അല്ലെങ്കിൽ റിക്കവറിയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ റോഡ്
ഒരു പക്ഷേ തുടക്കക്കാരനായ ഒരാൾക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. മറ്റൊരർത്ഥത്തിൽ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനാണ് സമ്മതിക്കാനായിട്ട് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറേ ആശയങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് എടുത്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകും എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഞാൻ മദ്യാസക്ത രോഗിയാണ്. അങ്ങനെ എനിക്ക് സാനിറ്റി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ടാം പടിയിൽ ഉന്നത ശക്തിയിലേക്ക് ആശ്രയിക്കാനായിട്ട് ഞാൻ മനസ്സ് കാണിക്കും. നമുക്കറിയാം സാനിറ്റി ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഒരു മാനസിക ആരോഗ്യപൂർണമായ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് സാനിറ്റി എന്ന് പറയുന്നത്. ഇൻസൈനിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇൻസൈൻ എന്ന് പറയുന്നത് ഭ്രാന്തായിട്ടുള്ള ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത, ബുദ്ധിഭ്രമം വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതൊരു ചുരുങ്ങിയ അവസ്ഥയാണ്. എന്നാൽ സാനിറ്റി പറയുന്നത് ഒരു വികസിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും കുടിയിലേക്ക് പോകാതെ ഒരു വികസിച്ച ജീവിത പ്രക്രിയയിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഗോഡ് എന്ന വാക്കിന് നമ്മൾക്ക് ഉന്നത ശക്തി എന്ന് ഉപയോഗിക്കുന്നതാകും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് അവരെ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുന്നതാകും കൂടുതൽ ഉചിതം. അപ്പോൾ ഇതെൻ്റെ ഈ ജീവിതത്തിലുള്ള വികസനം കടന്നു വന്നത് തീർച്ചയായും എയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഉന്നത ശക്തിയിൽ നിന്നാണ്. ഒരുപക്ഷെ എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ഒരു താല്പര്യമില്ലാത്ത ആളാകാം. അപ്പോൾ എനിക്ക് തീർച്ചയായും ആൽക്കോളിസമിൻ്റെ കൂട്ടായ്മയെ പവർ ഗ്രേറ്റർ ദാൻ യുവർ സെൽഫ് എന്ന് പറയുന്ന പോലെ നിങ്ങളെക്കാൾ ഒരു ഉന്നത ശക്തി, അല്ലെങ്കിൽ ഷിബുവിനേക്കാൾ ഒരു ഉന്നത ശക്തിയായിട്ട് ചിന്തിക്കാം. അങ്ങനെ ദൈവമേ എന്നെ മദ്യപാന ചിന്തകളിൽ നിന്ന് മുക്തനാക്കണമേ എന്നും ഇന്നത്തെ ദിവസത്തെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നും ചിന്തിക്കാൻ, അല്ലെങ്കിൽ ദിവസത്തിൻ്റെ അവസാനം ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല ദൈവമേ നന്ദി എന്ന് പറയാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്ത് തുടങ്ങണം. ഒരു പക്ഷേ എനിക്ക് ആദ്യം പറഞ്ഞ പോലെ ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഫേക്ക് ഇറ്റ് ആൻഡ് യു മേക്ക് ഇറ്റ് എന്ന് പറയും. അപ്പോൾ പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള അഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പ്രയർ മേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരു ശ്ലോകം തന്നെ എയിലുണ്ട്. നമ്മുടെ സാഹിത്യങ്ങളിൽ പറയുന്നത് പ്രാർത്ഥിക്കാത്തവർ രണ്ട് തരം ആണ്. ഒന്ന്, ആൽക്കോളിസ്മസിൻ്റെ സാഹിത്യങ്ങൾ പറയുന്നത് ഒരിക്കലും ജീവിതത്തിൽ പ്രാർത്ഥന പരിശീലിക്കാത്തവരാണ്. രണ്ടാമത്, തങ്ങൾ ദൈവത്തോട് എന്ത് നിർദ്ദേശിക്കുന്നവരാണ്, അതായത് വാട്ട് ദേ വാണ്ട് ഫ്രം ഹിം, അവർക്ക് എന്താണോ ദൈവത്തിൽ നിന്ന് ആവശ്യമുള്ളതെന്ന് മാത്രം ചിന്തിക്കുന്നവർ, അതിനെപ്പറ്റി ചോദിക്കുന്നവർ, അത് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇച്ഛ ആഗ്രഹിക്കുന്നവരല്ല, എൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവർ. അപ്പോൾ രണ്ട് കൂട്ടരാണ്. ആദ്യത്തെ കൂട്ടർ പ്രാർത്ഥന പരിശീലിക്കാത്തവർ, മറ്റേ കൂട്ടർ സ്വാർത്ഥതയിൽ മുഴുകി ജീവിക്കുന്നവർ. ഇപ്പോൾ സ്റ്റെപ്പ് 3 പറയുന്നു മെയ്ഡ് എ ഡിസിഷൻ ടു ടേൺ അവർ വിൽ. നമ്മൾ ഒരു കാര്യം തീരുമാനിക്കാൻ പോവുകയാണ്. ടേൺ അവർ വിൽ, തിരിച്ചുവിടുകയാണ്. എന്താഗ്രഹങ്ങൾ? നമ്മുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഓവർ ദ കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചുവിടുക. എന്താണ് നമ്മുടെ വില്ല്? അത് പേജ് നമ്പർ 61 അല്ലെങ്കിൽ 61 പറയുന്നുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ കുഴപ്പങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടികളാണെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ നിന്ന് തന്നെയാണ് അവ വരുന്നത്. സ്വേച്ഛയാൽ നയിക്കപ്പെട്ട് കുഴപ്പത്തിലെത്തിയതിന് അമിത മദ്യപാനാസക്തൻ ഒരു കടുത്ത ഉദാഹരണമാണ്. അയാൾ പലപ്പോഴും അങ്ങനെ കരുതുന്നില്ലെങ്കിലും. അമിത മദ്യപാനാസക്തരായ നമ്മൾ എല്ലാറ്റിനും ഉപരിയായി ഈ സ്വാർത്ഥത ഉപേക്ഷിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കും. ദൈവം അത് സാധ്യമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹായമില്ലാതെ പൂർണ്ണമായി സ്വാർത്ഥതയിൽ നിന്ന് മോചിതനാകുന്നതിന് മറ്റ് മാർഗമുള്ളതായി കാണപ്പെടുന്നില്ല. ധാർമ്മികവും താത്വികവുമായ ദൃഢവിശ്വാസങ്ങൾ സമൃദ്ധമായി നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന് നമുക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെ തന്നെ ശക്തിയെ അനുഗ്രഹിച്ചുകൊണ്ടോ ആശ്രയിച്ചുകൊണ്ടോ ഞങ്ങളുടെ തന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കാനും കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. ഇതിന് കാര്യകാരണങ്ങൾ ഇതാണ്. ഒന്നാമതായി, ദൈവം കളിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. അടുത്തതായി,
ഇനി അങ്ങോട്ട് ഈ ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അവിടെയാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. ദൈവമായിരിക്കും നമ്മുടെ ഡയറക്ടർ, അദ്ദേഹമാണ് നമ്മുടെ മുതലാളി, ഞങ്ങൾ വെറും ഏജന്റുമാർ മാത്രം. അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളും. മിക്ക നല്ല ആശയങ്ങളും ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയ വിജയകരമായ കവാടത്തിൻ്റെ മൂലക്കല്ല് ഈ ആശയമായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആൽക്കോളിസ് അനോണിമസ് പറയുന്നത്. ഒന്ന്, ദൈവം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഹി ഈസ് ദ ഫാദർ ആൻഡ് വി ആർ ഹിസ് ചിൽഡ്രൻ. അദ്ദേഹം നമ്മളുടെ പിതാവാണ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ മക്കൾ. രണ്ടാമത്തെ കാര്യം പറയുന്നത്, വി ആർ ഷുവർ ഗോഡ് വാണ്ട്സ് അസ് ടു ബി ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ. അപ്പോൾ സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ ആനന്ദത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് പറയുന്നത് പേജ് നമ്പർ 133 മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആത്മീയത ഭാവിച്ച് ധാരാളം വർഷങ്ങൾ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളിൽ പലർക്കും പിന്നീട് അതിൻ്റെ ബാലിശത്വം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവശക്തിയെക്കുറിച്ചുള്ള വർദ്ധിച്ച ബോധ്യവും ലക്ഷ്യബോധവും ഈ മിഥ്യ ലോകത്തിൻ്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് കഷ്ടകാലത്തിൻ്റെ കാർമേഘ പടങ്ങൾക്ക് മുകളിലും അദ്ദേഹത്തോടൊപ്പം തല ഉയർത്തി പിടിക്കാനാണ് എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ കാലുകൾ ശക്തമായി ഭൂമിയിൽ ഉറച്ചു നിൽക്കണം. അവിടെയാണ് ഞങ്ങളുടെ സഹയാത്രികർ ഉള്ളത്. അവിടെയാണ് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുഴുകേണ്ടത്. ഇവയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യങ്ങളാണ്. ഒരു ശക്തമായ ആത്മീയ അനുഭവവും ഒരു സുബോധാവസ്ഥയിലുമുള്ള സന്തുഷ്ടവും പ്രയോജനപ്രദവുമായ ജീവിതം തമ്മിൽ അനുയോജ്യമല്ലാത്ത നിലയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ആശയത്തിലൂന്നി തന്നെയാണ് ആൽക്കോളിസ് അനോണിമസിലെ സഹസ്ഥാപകരായ ഡോക്ടർ ബോബും ബിൽ ഡബ്ല്യുവും പിന്നീട് എല്ലാവർക്കും ഇത് പകർന്നു കൊടുക്കാൻ തയ്യാറായതും. മാത്രമല്ല, ഒരുപാട് 12 സ്റ്റെപ്പ് പ്രോഗ്രാമുകൾ ഇത് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ ഒരു സിസ്റ്റർ, അത് അവർ ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു അച്ഛൻ, ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ വരാറുള്ള ഒരു അച്ഛനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് അമേരിക്കയിൽ വെച്ച് ആൽക്കോളിസ് അനോണിമസിൻ്റെ ബുക്ക് അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് റൂംമേറ്റ് പോയപ്പോൾ മറന്നുപോയി വെച്ച് കിട്ടിയതാണ്. അത് വായിച്ചിട്ട് അദ്ദേഹം പിന്നീട് വർഷങ്ങളോളം മരിക്കുന്നത് വരെ ആൽക്കോളിസ് അനോണിമസിൻ്റെ പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പകർത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൽക്കോളിസ് അനോണിമസിൻ്റെ ബുക്ക് അല്ലെങ്കിൽ ആൽക്കോളിസ് അനോണിമസിൻ്റെ പ്രോഗ്രാമോ അംഗങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല, ലോകം മുഴുവനുമായിട്ട് വിവരിച്ചിരിക്കുന്നത് എന്ന് വേണം ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതിനർത്ഥം അല്ലാത്തവരും ആൽക്കോളിസ് അനോണിമസിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഫ്രേസ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ, അല്ലെങ്കിൽ സമാധാനം എന്ന അർത്ഥത്തിലാണ് ഈ 3 വാക്കുകളെയും നമ്മൾ ഉപയോഗിക്കുന്നത്. മദ്യാസക്തി മൂലം വളർത്തിക്കൊണ്ടുവന്ന ഭയം, ദേഷ്യം, നീരസം, നിരാശ, കുറ്റബോധം എന്നിവയിൽ നിന്നുള്ളൊരു മോചനമാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇത് ഈ പറഞ്ഞ ഭയവും ദേഷ്യവും നീരസവും നിരാശയും കുറ്റബോധവും ഒക്കെ നമ്മുടെ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഉറഞ്ഞു നിൽക്കുന്ന ഒരു അസ്തിത്വമാണ്. അതിനെ എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാൻ, ഒഴിവാക്കുവാൻ ആൽക്കോളിസ് അനോണിമസ് സഹായിക്കുന്നു. ഈ ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ എന്ന് പറയുന്ന ആ ഒരു സമാധാനം, അല്ലെങ്കിൽ എപ്പോഴും സ്വാതന്ത്ര്യം, ആനന്ദം, സന്തോഷം എന്ന് പറയുന്ന കാര്യങ്ങൾ എല്ലാ സമയത്തും സംഭവിക്കുമോ? അതൊരിക്കലും ഞാനും വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ജീവിതമാണ്. ജീവിതത്തിനിടയിൽ പല പ്രശ്നങ്ങൾ കടന്നു വരും. ഒരു പക്ഷേ ഞാൻ ഈ സ്വർഗത്തിലൊന്നും അധികം താല്പര്യം കാണിക്കുന്ന ആളല്ല. പക്ഷേ അങ്ങനെയൊന്നുണ്ടെങ്കിൽ മരണശേഷം സ്വർഗത്തിൽ വെച്ചായിരിക്കും നമ്മൾക്കത് കിട്ടുക, അങ്ങനെയൊന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 95% ആ ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് സഹായിക്കും. ഒരു ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ 100% വരിക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹാപ്പി നമുക്കറിയാം, ഭയങ്കര ആനന്ദപ്രദമായ, ഹൃദ്യമായ, അല്ലെങ്കിൽ ഒത്തിരി സൗഭാഗ്യമുള്ള, സുഖപൂർണമായ, ആഹ്ലാദപൂർണമായ, സന്തുഷ്ടമായ ഒരു ജീവിതം. ജോയ് എന്ന് പറയുന്നത് വളരെ ഉല്ലാസത്തിൽ
ആനന്ദത്തിൽ സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം. ഫ്രീ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മുക്ത ജീവിതം. ഒരു പക്ഷേ അഡിക്ഷനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, മറ്റ് വൈകല്യങ്ങളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ള ജീവിതം. ഒരു പക്ഷേ ഒരു ശരിയായ മനസ്സുള്ള അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള അല്ലെങ്കിൽ നേരെ വഴിക്ക് ചിന്തിക്കുന്ന ഒരാളും ഇങ്ങനെ ഒരു കാര്യത്തെ എതിർക്കാനായിട്ട് സാധ്യതയില്ല. കാരണം ആരും അത് വേണ്ടെന്ന് പറയില്ല. പക്ഷേ ഇതൊരു നൗ കണ്ടീഷനാണ്, ഇപ്പോഴുള്ള ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ചെയ്തു തീർക്കേണ്ട ഒരു പ്രൊജക്റ്റല്ല, ഇന്നിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾക്ക് കിട്ടുന്ന ഇത് സന്തോഷമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് 1 day at a ടൈം, അല്ലെങ്കിൽ 1 hour at a ടൈം, 1 minute at a ടൈം എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രൊജക്റ്റൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റബോധം, ഭയം, അല്ലെങ്കിൽ നിരാശ, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു പോകുന്ന ഒരു അവസ്ഥയാണ്.